ഹലോ, ഇന്ന് എൻ്റെ നാട്ടിലെ ഒരു ഷോപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. സൂര്യ ജനറൽ സ്റ്റോഴ്സ് ആണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടുത്തെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ കേട്ടോ. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളെയും കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാത്തരം സാധനങ്ങളും വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഈവൻ പലചരക്ക് സാധനങ്ങളായാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ചെറുകടികളായാലും. അത് മാത്രമല്ല കേട്ടോ, നാട്ടും പുറത്തെ തനി തട്ടുകട വൈബ് കൂടി നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെയുള്ള സ്വാദിഷ്ടമായ ഭക്ഷണം ഇവിടെ എപ്പോഴും തന്നെ റെഡിയാണ് കേട്ടോ. നാട്ടുംപുറങ്ങളിലെ രുചി അറിയണമെങ്കിലേ തട്ടുകടയിലെ ഫുഡ് തന്നെയാണ് ബെസ്റ്റ്. എന്റെയൊക്കെ ചെറുപ്പത്തിലെ ചില്ലുകൂട്ടിലെ കടപ്പലഹാരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ടൗണിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പലഹാരക്കടയൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പൊ നാട്ടുംപുറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണിത് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു പുതിയൊരു കട ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ അവിടെ വന്ന് ആദ്യമായിട്ട് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊരാഗ്രഹം കൊണ്ട് മാത്രം ചെയ്തതാണ്. ഞങ്ങൾ ഇവിടെ വന്നത് ഒരു ഉച്ച സമയത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾക്കെല്ലാം നല്ല വിശപ്പ് പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി എന്നറിയില്ല. അപ്പോൾ ഞങ്ങളൊരു കപ്പ ബിരിയാണി ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ദേ കണ്ടോ, ബീഫ് കറി ഉണ്ടായിരുന്നു, അതുപോലെ പന്നി ഒലത്തിയതും പോട്ടി വരട്ടിയതും അങ്ങനെ പല പല ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കപ്പ ബിരിയാണി പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട്. അത് ഉച്ചയായപ്പോഴേക്കും ഏതാണ്ടൊക്കെ തീർന്നു വന്നിട്ടുണ്ട്. പിന്നെ രാവിലത്തെ സാമ്പാർ, ചമ്മന്തി, ദോശ, അതുപോലെയുള്ള ഒരുപാട് ഐറ്റംസ്, കപ്പ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പ ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചേട്ടൻ ചൂടാക്കിയൊക്കെ തന്നു. അങ്ങനെ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നേ. എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മെയിനായിട്ട് മേടിച്ചത്. അപ്പോൾ അവർ കഴിക്കാൻ തുടങ്ങി, നല്ലതായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് ഞാനും കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, നാടൻ രീതിയിലാണ് നമുക്കിത് ചെയ്തു തരുന്നത് കേട്ടോ. ഒരു നാടൻ രുചി തന്നെയായിരുന്നു. എന്തായാലും മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തെ ചായക്കുള്ള ചെറുകടിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് അല്ലറ ചില്ലറ അഡീഷണൽ പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതുമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ടാറ്റാ ബൈ.